ബീഹാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 2-3 തരത്തിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, പഴയ സോഷ്യലിസ്റ്റ് സിംഹമായിരുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ കുടുംബം തന്നെ കുളം തോണ്ടിപ്പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു നേർക്കുനേരെയുള്ളൊരു പരിണതി. രണ്ടാമത് വന്നത് പതിവ് പോലെ ഇപ്പോൾ കോൺഗ്രസും അവിടുത്തെ ഇന്ത്യ മുന്നണി ദയനീയമായിട്ട് തകർന്നുപോയി. കോൺഗ്രസ് അതിന് പറയുന്ന അവരുടെ പരസ്പരം മത്സരിച്ച് മുന്നണിക്കകത്ത് തന്നെ പരസ്പരം മത്സരിച്ച് തോറ്റതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പിടിപ്പുകേടുണ്ട്, ലീഡർഷിപ്പിൻ്റെ അഭാവമുണ്ട്, നയവൈകല്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ പറയുന്ന കുറ്റം പതിവ് പോലെ വോട്ടിംഗ് മെഷീനെയാണ്. പക്ഷേ വോട്ടിംഗ് മെഷീൻ പറഞ്ഞ് ഒരുപാട് വോട്ടർ പട്ടികയിലെ കൃത്രിമം തൊട്ട് വോട്ടർ മെഷീനിലെ കൃത്രിമം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇത് വിശ്വസനീയമല്ല, ഈ വോട്ടിംഗ് മെഷീനെ വിശ്വസിക്കാനാവില്ല എന്നൊരു ധാരണ പൊതുസമൂഹത്തിൽ പരന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പൊതുവെ ഉയർത്തേണ്ട ഒരു ബദൽ വാദം, രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്ക് പകരം, ആരോപണം ഉന്നയിക്കുകയും മറുപടി പറയുക, ഇലക്ഷൻ കമ്മീഷന് മറുപടി പറയുന്നതിന് പകരം ഉന്നയിക്കേണ്ട ഒരു ആരോപണം നമ്മുടെ വോട്ടിംഗ് മെഷീനിൽ നിന്ന് നമ്മൾ ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോയിക്കൂടെ എന്നൊരു വാദമാണ്. ഇന്നിപ്പോൾ ഈ ചോദ്യം ഒരുപക്ഷെ ഇതിൻ്റെയൊക്കെ പരിണതിയിലൂടെ കടന്നു വന്ന ഒരാളെന്ന നിലയിൽ ടി ജിയോട് ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഏറ്റവും ഒടുവിൽ കണ്ടത് ഇതൊരു ആഗോള വിവാദമായി തീർന്നപ്പോൾ എലൻ മസ്കിൻ്റെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. എലൻ മസ്ക് അമേരിക്കൻ ഭരണകൂടത്തിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്ന ഒരാളാണ്. ട്രംപിനോട് പിണങ്ങി അടുത്ത കാലത്തൊന്ന് മാറി നിൽക്കുന്നു. അപ്പോഴും അദ്ദേഹം ഒരു പവർഫുൾ പേഴ്സണാലിറ്റിയാണ് അമേരിക്കൻ പൊളിറ്റിക്സിലെ. അപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു കാര്യം, വോട്ടിംഗ് മെഷീൻ സ്വീകാര്യമല്ല എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും മനുഷ്യൻ്റെ ബുദ്ധിക്കോ നിർമ്മിത ബുദ്ധിക്കോ ഹാക്ക് ചെയ്യപ്പെടാനുള്ള വൾണറബിളായി വളരെ തുറന്ന സൗകര്യമുള്ള ഒരു സാധനം തന്നെയാണ് മെഷീൻ. ഏത് മെഷീൻ എന്നപോലെ വോട്ടിംഗ് മെഷീനും. അതെന്തുകൊണ്ട് ഉപേക്ഷിച്ചുകൂടാ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നതിൻ്റെ ഒരു പ്രസക്തി അദ്ദേഹത്തിന് ചോദിക്കാം. കാരണം അമേരിക്ക ഇപ്പോഴും ഇത്രയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു രാജ്യമായിട്ടും തെരഞ്ഞെടുപ്പിൽ പ്രസിഡൻഷ്യൽ റിപ്പബ്ലിക് എന്ന നിലയിൽ ലോകോത്തരമായ ജനാധിപത്യ സംവിധാനം ആകുമ്പോഴും അവരിപ്പോഴും വോട്ടിംഗ് മെഷീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇന്ത്യയിലുണ്ടായ ഏറ്റവും പുതിയ വിവാദവും വോട്ടിംഗ് മെഷീൻ കുറ്റമറ്റതാണോ, സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ നമുക്കൊരു തിരിച്ചുപോക്ക് സാധ്യമാണോ? ഈ വോട്ടിംഗ് മെഷീൻ്റെ സംശയം ഇപ്പോൾ മാധ്യമങ്ങളിലും അത് സുപ്രീം കോടതിയിലും ഒക്കെ പോയി വലിയ വിഷയമായത് വാസ്തവത്തിൽ എപ്പോഴാണ്? കോൺഗ്രസ് തോറ്റപ്പോഴാണ്. യെസ്, അത് ശരിയാണ്. കോൺഗ്രസ് ജയിച്ചെടുത്ത് ഒരൊറ്റ മനുഷ്യന് വോട്ടിംഗ് മെഷീനെ പറ്റി ഒരു പരാതിയില്ല. ഒരൊറ്റ പട്ടിക്കും ചെറ്റയ്ക്കും ഒരു പരാതി EVM പറ്റിയില്ല. ഇതെനിക്കും മനസ്സിലാവുന്നില്ല. നമ്മളൊക്കെ മണ്ടന്മാരാണെന്നാണ് ഈ ചാനലുകാർ കരുതുന്നത്. വിനോദ് ജോൺ നിഷ്കളങ്കമായിട്ട് സംസാരിക്കുക, അഭിലാഷ് മോഹൻ നിഷ്കളങ്കമായിട്ട് സംസാരിക്കുക, ബാലറ്റ് പേപ്പറിലേക്ക് പോയിക്കൂടെ? എന്തിനു പോകണം? ഈ EVM കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരാണ്. കറക്റ്റാണ്, കോൺഗ്രസ് സർക്കാരാണ്. നരസിംഹറാവുവിൻ്റെ കാലത്താണ് ഈ EVM ആദ്യം വരുന്നത്. വാജ്പേയി ഇത് മാറ്റിയില്ല. വാജ്പേയി കൂടുതൽ പ്രചരിപ്പിച്ചു. മൻമോഹൻ സിംഗ് വന്നപ്പോൾ കൂടുതലായി. ഈ സാധനം ഇതിനകത്ത് കള്ളത്തരം നടക്കാം എന്ന് കണ്ടുപിടിച്ച മനുഷ്യനെ ഇപ്പം ആർക്കും വേണ്ട. അങ്ങനെ പേര് സുബ്രഹ്മണ്യൻ സ്വാമി എന്നാണ്. ഓ ശരി, അദ്ദേഹം ഇപ്പം കണ്ണിപ്പിടിക്കില്ല, ആർക്കും പിടിക്കില്ല. ബട്ട് ഹീ ഡിഡ് ദാറ്റ്. 2010 ഇദ്ദേഹമാണ് ഈ ഇഷ്യൂ റേസ് ചെയ്തിട്ട് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ Y ഗോപാലസ്വാമി അടക്കമുള്ള ആൾക്കാരെ വിളിച്ചിട്ട് ഒരു കോൺഫറൻസ് നടത്തിയിട്ട് വെദർ ഇറ്റ് ക്യാൻ ബി ഹാക്ഡ്. Their answer was unanimous, it cannot be hacked. ബട്ട് സ്വാമി എന്ന് ആർഗ്യൂ ചെയ്തു. ഒരു 90 സീറ്റ് എനിക്ക് ഈ രണ്ടാമത് മൻമോഹൻ സിംഗ് വന്ന് 2009 എനിക്ക് സംശയമുണ്ട്, ഒരു 90 സീറ്റിൽ സംതിങ് ഹാസ് ഗോൺ റോങ്. കാരണം പുള്ളി പറഞ്ഞു, ഞാനൊരു 1964 മുതൽ ഇന്ത്യൻ രാഷ്ട്രീയം കാണുന്നവനാണ്, എനിക്കൊരു അസസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ മെഷീനെ സംശയം. അപ്പോൾ അന്ന് വലിയൊരു ലേഖന മത്സരം തന്നെ നടന്നു. സുബ്രഹ്മണ്യൻ സ്വാമി എഴുതും. കോൺപൂർ IITയിലെ PV ഇന്ദ്രേഷൻ ഹിന്ദു പത്രത്തിൽ സ്ഥിരം കോളംനിസ്റ്റാണ്. അസാമാന്യ ബുദ്ധികൂർമ്മയുള്ള മനുഷ്യൻ, നല്ല ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട്. ഇവർ എതിർലേഖനങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹിന്ദുവിൽ കൊടുത്തുകൊണ്ടിരിക്കും. ഇന്ദ്രേഷൻ അന്നും വെല്ലുവിളിച്ചു, ഈ EVM ഹാക്ക് ചെയ്ത് നിങ്ങൾ കാണിക്കുക. ബട്ട് കോടതിയിൽ പോകുമ്പോൾ സ്വാമി ചുവട് മാറ്റി. അതിൻ്റെ ഒരു ഡിസ്കഷനിൽ ഞാനും പങ്കെടുത്തിരുന്നു. കാരണം അന്ന് 2010 കേരളത്തിൽ ഇസ്ലാമിക് ബാങ്ക് വന്നു. അതിനെതിരെ സ്വാമി കേരള ഹൈക്കോടതിയിൽ വന്നപ്പോൾ സ്വാമിയെ അത് റിസർച്ച് ചെയ്യാനും അസിസ്റ്റ് ചെയ്യാനും ഒക്കെ ഒരാൾ ഞാനായിരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ ഇതുമൊക്കെ ചർച്ച ചെയ്തു.
പുള്ളി പറഞ്ഞു കോടതിയിൽ ഈ വാദവുമായിട്ട് പോയാൽ ശരിയാവില്ല, ഇത് ഹാക്ക് ചെയ്യാൻ പറ്റില്ല. ശരിയാണ്, കാരണം ഇതിലൊരു റിസീവർ ഇല്ല. ഒരു റിസീവർ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഡാറ്റ മാറ്റാനും പിടിക്കാനും പറ്റുള്ളൂ. അങ്ങനെ ഇല്ലാത്തൊരു സാധനം നമ്മളുടെ ടേബിൾ ടോപ്പ് കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, അത് ഹാക്ക് ചെയ്യാൻ പറ്റുമോ ഇൻ്റർനെറ്റ് വെച്ച്? ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് എനിവെയർ. ഇലക്ട്രോണിക്സ് ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് എനിവെയർ. ഈ എലോൺ മസ്ക് വലിയൊരു ബിസിനസ്സുകാരനാണ്, അതുപോലെ പൊട്ടനുമാണ്. ഇന്ത്യൻ EVM-നെ പറ്റി അയാൾക്ക് എന്തറിയാം? അയാൾ കണ്ടിട്ട് പോലുമില്ല. ഇന്ത്യൻ ഇലക്ഷൻ അയാൾക്ക് അറിഞ്ഞുകൂടാ. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ മുഴുവൻ വോട്ട് എണ്ണി തീരാത്ത തെരഞ്ഞെടുപ്പാണ്. ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഞാനങ്ങ് അടിച്ചു കയറി വരികയാണെങ്കിൽ സാർ പറയാം മോഹൻദാസ് ജയിച്ചു എന്ന് പറയും. എണ്ണലും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഞാൻ അമേരിക്കൻ പ്രസിഡന്റ് ആകും. ദിസ് ഇസ് ദെയർ സിസ്റ്റം. മറ്റേ ആൾ സമ്മതിച്ചാൽ മതി. മുഴുവൻ വോട്ടൊന്നും എണ്ണില്ല. കാരണം അവർ ഈ മറ്റേ പെൻസിൽ മറ്റേ പല്ല് തോണ്ടുന്ന സാധനം അത് വെച്ചിട്ട് ഹോളിട്ടാണ് അവർ വോട്ട് ചെയ്യുന്നത്. ചില സ്റ്റേറ്റുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ട് തന്നെ. ഉള്ളി തിങ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നിങ്ങൾ നെറ്റുമായിട്ട് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഹാക്ക് ചെയ്യാൻ പറ്റും ഏത് സാധനവും. ബട്ട് സ്റ്റാൻഡ് അലോൺ സാധനത്തെ ഹാക്ക് ചെയ്യുന്നതിന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാറിൻ്റെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യാൻ പറ്റും, സാറിൻ്റെ കാൽക്കുലേറ്റർ ഹാക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് ഇൻ്റർനെറ്റ്. അതുകൊണ്ട് പല കമ്പനികളിലും ഇപ്പോൾ സാർ നോക്ക്, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ലോ, അവരും അവരുടെ കമ്പ്യൂട്ടേഴ്സും മൊത്തം കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് ആയിരിക്കില്ല. ഇൻറ്റേർണൽ ലാൻ നെറ്റ്വർക്ക് എന്ന് പറയും. ആ നെറ്റ്വർക്കിൽ അവരുടെ കമ്പ്യൂട്ടേഴ്സ് എല്ലാം അക്കൗണ്ടൻ്റ്, അത് ഇത് ഓഡിറ്റർ, ഫൈനാൻസ് മാനേജർ വരെ ഉള്ളവരുടെ എല്ലാ കമ്പ്യൂട്ടറും ആ ഒരു പെർട്ടിക്കുലർ നെറ്റ്വർക്കിൽ. അതിലൊന്നും ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടാവില്ല. ഫേസ്ബുക്കിൽ കയറാൻ പറ്റില്ല, ഇൻസ്റ്റയിൽ കയറാൻ, ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഫൈനാൻസ് ഓപ്പറേഷൻസ് മാത്രം. ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് വിത്ത് എനിത്തിങ്, ദെയർ ഫോർ ഫെയ്ത്ത്ഫുള്ളി. അതല്ലെങ്കിൽ നെറ്റുമായിട്ട് കണക്ട് ചെയ്താൽ പോയി. മിടുക്കനായ ഒരു മോഹൻദാസോ AP അഹമ്മദോ നിങ്ങളെ ഫൈനാൻസിൽ കയറിയിട്ട് ഒന്നുകിൽ കാശ് എടുത്തുകൊണ്ട് പോകും, അല്ല എന്തെങ്കിലും കള്ളത്തരം കാണിക്കും. സംതിങ് വിൽ ബി ഡൺ. ബാങ്കിങ് സോഫ്റ്റ്വെയർ അങ്ങനെയാണ്. ഇറ്റ് ഈസ് കണക്റ്റഡ് ത്രൂ ഇൻ്റർനെറ്റ്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ്. ഞാൻ എൻ്റെ മൊബൈലിൽ ഒരു നമുക്ക് 2 സ്ലോട്ടുണ്ട്, 2 സിം ഇടാവുന്ന മൊബൈലാണ്. പക്ഷേ എനിക്കൊരു സിമ്മേ ഉള്ളൂ. അപ്പോൾ ആ സിം എന്തോ വർക്ക് ചെയ്യുന്നതോ ബ്ലോക്കായെന്നൊക്കെ പറഞ്ഞിട്ട് അതൊരാളെടുത്ത് ക്ലീനൊക്കെ ചെയ്തിട്ട് 2ാമത്തെ സ്ലോട്ടിലിട്ടു. 2ാമത്തെ സ്ലോട്ടിലിട്ടപ്പോൾ എനിക്ക് ബാങ്കിൽ നിന്ന് മെസ്സേജ് വന്നു, നിങ്ങളുടെ ബാങ്കിങ് ഓപ്പറേഷൻ നിർത്തി വെച്ചിരിക്കുകയാണ്, യു ഡിഡ് സംതിങ് വിത്ത് ദ മൊബൈൽ. പിന്നെ ഞാൻ അവിടെ പോയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു, സാർ ഞാൻ ഇന്നതാണ് ചെയ്തത്. ശരി. എന്നിട്ട് അയാൾ ആ ഉടക്കെടുത്ത് മാറ്റി അവിടെ ഇരുന്നു. അപ്പോൾ തൊട്ടാൽ ബാങ്കിങ് സോഫ്റ്റ്വെയർ സാറ് തൊട്ടാൽ അവരപ്പം തന്നെ എല്ലാം കൂടെ ബ്ലോക്ക് ചെയ്യും. സകല ഓപ്പറേഷൻ, വിഡ്രോവലും ബ്ലോക്ക് ചെയ്യും, ഡെപ്പോസിറ്റും സകലതും ബ്ലോക്ക് ചെയ്യും. ഡേഞ്ചർ. അത്രയ്ക്ക് സ്മാർട്ടാണ് ബാങ്കിങ് സോഫ്റ്റ്വെയർ. ബട്ട് ഈ EVM എന്ന് പറയുന്നത് ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡേ അല്ല. കണക്ട് ചെയ്തിട്ട് പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയല്ല, കണക്റ്റഡേ അല്ല. സോ ഇറ്റ് കനോട്ട് ബി ഹാക്ഡ്. ബട്ട് സ്റ്റിൽ EVM-ന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതാണ് സുബ്രഹ്മണ്യൻ സ്വാമി സുപ്രീം കോടതി വരെ, ഡൽഹി ഹൈക്കോടതിയിൽ തോറ്റു, സുപ്രീം കോടതിയിൽ പോയിട്ട് ജയിച്ചത്. അങ്ങനെയാണ് VVPAT വരുന്നത്. കാരണം EVM-ൽ ഒരു ട്രേസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. സാർ വോട്ട് ചെയ്തു, സാർ വോട്ട് ചെയ്തത് കോൺഗ്രസ്സിനാണെന്ന് വയ്ക്കുക, നാളെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നു, സാറ് കോടതിയിൽ ബാധിക്കുന്നു, ഞാൻ കോൺഗ്രസ്സിനാണ് വോട്ട് ചെയ്തത് എന്ന് എങ്ങനെ ഉറപ്പിക്കാം? ബാലറ്റ് പേപ്പർ ആണെങ്കിൽ സീരിയൽ നമ്പറുണ്ട്, അത് വെച്ചിട്ട് ഇതാ AP അഹമ്മദിൻ്റെ വോട്ട് ഇതാ നോക്ക്, കോൺഗ്രസ്സിന് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിലതില്ല. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു യെസ്, IT ആക്ട് അനുസരിച്ച് ഏത് IT ഓപ്പറേഷനും ഒരു റെസീപ്റ്റ് കൊടുക്കണം. അപ്പോൾ വോട്ടിങ്ങിലും അത് കൊടുക്കണം. നമ്മൾ ATM മെഷീനിൽ കാർഡ് ഇടുമ്പോഴുണ്ടല്ലോ, ഡു യു നീഡ് എ റെസീപ്റ്റ് എന്ന് അവർ ചോദിക്കുന്നുണ്ട്. യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കടലാസില്ല, അവർ പറഞ്ഞു വി കനോട്ട് പ്രൊവൈഡ് എ റെസീപ്റ്റ്. അപ്പോൾ വേണ്ട രസീത് വേണ്ട എന്ന് പറയും. ഇത് ചെയ്യിക്കുന്നത് നമ്മൾ വേണ്ട എന്ന് സമ്മതിച്ചു എന്നുള്ള ലീഗൽ പ്രൂഫ് ബാങ്കിൻ്റെ കയ്യിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. രസീത് വേണ്ട എന്ന് അയാൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ രസീത് കൊടുക്കാഞ്ഞത്. അല്ലെങ്കിൽ നാളെ സാറിന് ചലഞ്ച് ചെയ്യാം. ഇത് ഞാൻ ATM അപ്പുറം ആര് പറഞ്ഞു നിങ്ങൾ വല്ല രസീതും തന്നോ, 5000 രൂപ വേറെ ആരോ എടുത്തുകൊണ്ട് പോയി, ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ലീഗലി അവർ ബാങ്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വാമിയുടെ ആർഗ്യുമെന്റിലാണ്. അതെ ആ ജഡ്ജ്മെന്റ്
2010 അല്ല, ജഡ്ജ്മെന്റ് വന്നപ്പോൾ 2013 13 അല്ലേ? ഓ, എന്തായാലും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വളരെ പിന്നീട് കേരള ഗവർണറായ ജസ്റ്റിസ് സദാശിവം ഉണ്ടല്ലോ, സദാശിവത്തിൻ്റെയാണ് ജഡ്ജ്മെന്റ് എന്നതിൻ്റെ സുപ്രീം കോടതിയിൽ. എന്തായാലും അത് വലിയ ബേസിക് ആയിട്ടുള്ള മൗലികമായ സംഭാവനയാണ് വി വി പാറ്റ് വരുന്നത്. അപ്പോൾ അന്ന് ഒരു ഡിസ്കഷൻ ഞാനുണ്ട്, മറ്റേ നമ്മുടെ MD നാലപ്പാടുണ്ട്. ഐ വാസ് സോ വീക്ക്, വലിയ കൊമ്പന്മാരാണ് അവിടെ ഇരിക്കുന്നത്. ഇവർ പറഞ്ഞത് ഒരു റെസീറ്റ് പ്രിൻ്റ് ചെയ്തിട്ട്, ആ ചിഹ്നം പ്രിൻ്റ് ചെയ്തിട്ട് അത് വോട്ടർ കൊണ്ടുപോയിക്കോട്ടെ അയാളുടെ സമാധാനത്തിനായിട്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യരുത്. ഒരു വോട്ടർ കണ്ണൂരിലോ തലശ്ശേരിയിലോ BJPക്ക് വോട്ട് ചെയ്ത ഒരാൾ ഈ രസീതുമായിട്ട് പുറത്തിറങ്ങി അതിൻ്റെ കള്ളാസ് നോക്കട്ടെ എന്ന് പറയുമ്പോൾ താമര അവിടെ വെച്ച് വെട്ടിക്കൊല്ലും. ശരിയാ, ആരും കേട്ടില്ല. അത് സുരക്ഷാ പ്രശ്നം. ഒരാൾ ചോദിച്ചു വാട്ട് ഈസ് ദാറ്റ്, വാട്ട് ഈസ് യുവർ പ്രോബ്ലം. ഭയങ്കര ഇറിറ്റേറ്റഡായി. ഈ വൈ ഗോപാലസ്വാമിയൊക്കെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് തട്ടിക്കയറുന്ന വലിയ ചീഫ് ഇലക്ഷൻ കമ്മീഷനായിട്ടിരുന്ന ആളാണ്. അപ്പോഴാണ് ഒരു ചെറിയ മനുഷ്യൻ വന്നിട്ട് എന്തോ നോൺസെൻസ് പറയുന്നത്. എന്താ അതിൻ്റെ പ്രശ്നം? MD നാലപ്പാട് എന്നെ രക്ഷിച്ചു. നോ, ദർ ഈസ് എ പോയിന്റ് ഇൻ വാട്ട് ഹി ഈസ് സെയിങ്. അയാൾ കേരളത്തിൽ നിന്ന് വരുന്ന ആളാണ്, സിറ്റുവേഷൻ ഈസ് ഡിഫറെൻറ്റ്, ഇന്നതാണ് പ്രശ്നം. സുപ്രീം കോടതിയിലല്ല, ഇതിൻ്റെ ഡിസ്കഷൻ. അപ്പോൾ ഇതേ പ്രശ്നം സ്വാമി സുപ്രീം കോടതിയിൽ ഉന്നയിച്ചു. കോടതി ഇത് ചോദിച്ചു, രസീത് അടിച്ച് അവർക്ക് കൊടുത്താൽ പോരെ? സ്വാമി പറഞ്ഞു ഇല്ല, പല സ്റ്റേറ്റുകളിലും, കേരളത്തിൻ്റെ പേരൊന്നും പറഞ്ഞില്ല, പല സ്റ്റേറ്റുകളിലും ഈ രസീത് കൊണ്ടുപോയാൽ പോകുന്നവൻ്റെ പ്രാണം പോകും. അപ്പോൾ സുപ്രീം കോടതിയാണ് ഈ സജഷൻ പറയുന്നത്, നിങ്ങൾ കൊണ്ടുപോകാൻ സമ്മതിക്കാതെ ഇത് ഗ്ലാസ്സിൽ കാണിച്ചിട്ട് കുറച്ച് നേരം കാണിക്കുക, 7 സെക്കൻഡ്സ് മറ്റോ അത് ഡിസ്പ്ലേ ചെയ്യും, പിന്നെ അത് പെട്ടിയിലേക്ക്. ഇൻ കേസ് ഓഫ് ഡിസ്പ്യൂട്ട് നിങ്ങൾക്ക് ഈ EVM-ൻ്റെ കൗണ്ടും പെട്ടിയിലെ കൗണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാം. ശരി, അത് അത്ര കുറ്റമറ്റതാക്കിയതിൽ സ്വാമിയുടെ പങ്ക് വളരെ വലുതാണല്ലേ? അത് സുപ്രീം കോടതിയിൽ ഫൈറ്റ് ചെയ്ത് സ്വാമി തന്നെയാണല്ലേ. 2 പുസ്തകങ്ങളാണ്, GVL നരസിംഹറാവു പിന്നെ സുബ്രഹ്മണ്യൻ സ്വാമി, 2 പേര് EVM-നെ പറ്റി ബുക്ക് എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും ആമസോണിൽ കിട്ടാനാണല്ലേ. ഈ പറയുന്ന ആൾക്കാർ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും വാ ഇത് ഹാക്ക് ചെയ്ത് കാണിക്കുക, ഷോ. ആരും പോയില്ല. ആം ആദ്മി പാർട്ടി പോയി. അവർ പറഞ്ഞു ഈ EVM ഞങ്ങളുടെ കയ്യിൽ തരണം, നാളെ രാവിലെ ഹാക്ക് ചെയ്ത് ഞങ്ങൾ തിരിച്ചു തരാം. കമ്മീഷൻ പറഞ്ഞു അത് കൊള്ളാമല്ലോ, ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് പറ്റില്ല, ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ ഹാക്ക് ചെയ്ത് ഞങ്ങളൊന്നും നിങ്ങളും മെഷീനിൽ തുടരുത്, ഇൻ്റർനെറ്റ് വഴി ഹാക്ക് ചെയ്യുന്നൊക്കെയാണല്ലോ ഇപ്പോൾ ഇലോൺ മസ്ക് പറഞ്ഞിരിക്കുന്നത്, ഒന്ന് ഹാക്ക് ചെയ്ത് കാണിക്കുന്നു. ദേ കുഡ് നോട്ട്. അത് പലതവണ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ വെല്ലുവിളിച്ചപ്പോഴാണ് EVM-ൻ്റെ കേസ് അവസാനിച്ചത്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ പബ്ലിക്കിന് ഏറ്റവും കൂടുതൽ വളരെ കൃത്യമായ വിശദീകരണമാണ്. പബ്ലിക്കിന് അറിയാൻ താല്പര്യമുള്ള വേണ്ട വിധം, സത്യത്തിൽ ഇത് പറയേണ്ടവർ വേണ്ട വിധം ക്ലാരിറ്റിയോടുകൂടി പറയുന്നില്ല എന്നാണ് ഒരു പ്രശ്നം. അല്ല, ഇത് മാത്രമല്ല സാർ, ഇനിയും പ്രശ്നങ്ങൾ വരാം. നമ്മുടെ കാൽക്കുലേറ്റർ സ്റ്റക്കായി പോകുന്ന സാർ കണ്ടിട്ടില്ല? അതെ. ചിലപ്പോൾ നമ്മൾ 38 ഗുണം 43 അടിച്ച് കഴിയുമ്പോൾ ഇവൻ 8 എന്ന് കാണിച്ചാൽ ബാറ്ററി ഡൗൺ ആയതാ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്ന് അത് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യും, പിന്നെ അവന് പ്രാണം തിരിച്ചു കിട്ടും, വർക്ക്. ഇത് EVM-ൽ സംഭവിച്ചാൽ എന്ത് ചെയ്യും? ബാക്കപ്പ് മുഴുവൻ പോകും. അതുകൊണ്ട് ഈ EVM-ൻ്റെ ചട്ടമുണ്ട്, 20 എണ്ണം മാത്രമേ മുകളിലായിട്ട് അടുക്കാവുള്ളൂ, 20-ൽ കൂടുതൽ അടുക്കാൻ പാടില്ല. ഇത് സാറ് EVM സ്റ്റോർ ചെയ്യുന്നിടത്ത് ജില്ലാ കളക്ടറുടെ പെർമിഷൻ വാങ്ങിച്ച് പോയി എനിക്ക് കാണണം എന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. നിങ്ങളെന്തിനു കാണണം എന്നൊക്കെയുള്ള ചോദ്യം ഉണ്ടാവും. ബട്ട് പോയി കാണാം. 20-ൽ കൂടുതൽ അട്ടിയിടുകയില്ല. ശരി, ഇനി അട്ടിയിടുന്ന ആൾ 20-ന് പകരം 22 ഇട്ടാൽ എങ്ങനെ തിരിച്ചറിയാൻ? അപ്പോഴും ഡാമേജ് ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം രാവിലെ ഈ മെഷീൻ്റെ ട്രയൽ എടുക്കുന്നുണ്ട്. രാവിലെ ഏർലി മോർണിംഗിൽ എല്ലാവരെയും കാണിച്ചു ബൂത്ത് ഏജന്റുമാരെ മുഴുവൻ ഇരുത്തിയിട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. ബൂത്ത് ഏജന്റുമാർ 5:30 മണിക്ക് അവിടെ എത്തണം. വെളുപ്പിന് 5 മണിക്ക് 5:30 മണിക്ക് അവിടെ എത്തണം. ഈ എക്സർസൈസ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഫ്രഷായിട്ട് നാട്ടുകാരൊക്കെ എത്തുന്നത്. ഈ എക്സർസൈസ് കഴിഞ്ഞ് ഇതിനകത്ത് ഈ സ്ലിപ്പ് അടിച്ചു വരുമല്ലോ VVPAT-ൻ്റെ, ആ സ്ലിപ്പ് ആരോ ജനലിൽ കൂടെ പുറത്തേക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ബീഹാറിൽ ബഹളം നടന്നത്. ആ റൂട്ടിൽ സ്ലിപ്പ് കിട്ടി, ആ ഇലക്ഷൻ കമ്മീഷൻ സമാധാനം പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു അത് ട്രയൽ എടുത്തതാണ്, അത് വാരിക്കുട്ടി ജനലിൽ കൂടെ പുറത്തേക്ക് ഇട്ടതാണ്, അപ്പോൾ ചവിട്ടുകൊട്ടയിൽ ഇടുന്നതിന് പകരം പുറത്തേക്ക് ഇട്ടതാണെന്ന് പറഞ്ഞു. അങ്ങനെ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ സാധനം ഫുൾ പ്രൂഫായിട്ടാണ് ഇരിക്കുന്നത്. അതിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് എലോൺ മസ്ക് ഒരു ശാസ്ത്രജ്ഞനൊന്നും അല്ല, വലിയൊരു ബിസിനസ്സുകാരനാണ്.
അങ്ങേരുടെ വാക്ക് അവസാന വാക്ക് ഒരു നമുക്ക് ടെക്കി പറയാം. ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതും നല്ലതാണ്. ആ എക്സ്പ്ലനേഷൻ നല്ലതാണ്. എലൻ മസ്കിന് നമ്മൾ ഈ കാര്യത്തിൽ ഒരു വിദഗ്ധനൊന്നും ആവണമെന്നില്ലല്ലോ, എക്സ്പേർട്ടും അല്ല. പ്രത്യേകിച്ചും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന രാജ്യവുമല്ല അമേരിക്ക. ആ നിലയിൽ എടുക്കേണ്ട കാര്യമില്ല. എന്തായാലും വളരെ ശക്തമായിട്ടുള്ള ജിയുടെ ഒരു റെസ്പോൺസ് നമ്മുടെ പബ്ലിക്കിനൊരു നല്ല മെസ്സേജ് കൊടുക്കുന്നുണ്ടാവും. പലപ്പോഴും അവരുടെ ഉള്ളിലും ഈ ഒരു പതുക്കെ ഉണ്ടല്ലോ, ഈ ക്യാമ്പയിനിങ് ഇങ്ങനെ നടക്കുമ്പോൾ ഇത് തോറ്റവൻ്റെ സാർ ഇത് കരുതിക്കൂട്ടി ചെയ്യുന്നതാണ് ഈ ക്യാമ്പയിൻ. രാഹുൽ ഗാന്ധി അണ്ടർ ഇൻഫ്ലുവൻസ് ഫ്രം സം ഫോറിൻ ഏജൻസി ഹീസ് ഓരോ സ്ഥാപനത്തിൻ്റെയും വിശ്വാസ്യത കളയുന്നത്. അടുത്തത് സാർ നോക്കിയോ, മിക്കവാറും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ വിശ്വാസ്യതയായിരിക്കും കളയാൻ പോകുന്നത് രാഹുൽ ഗാന്ധി. നമ്മുടെ ജനാധിപത്യ സ്ഥാപനങ്ങളും സാർ നമ്മൾ ശ്രമിച്ചു കുറച്ച് കള്ളനോട്ട് കിട്ടും, നല്ല നോട്ടും കള്ളനോട്ടും കൂടെ മിക്സ് ചെയ്യുക, വയ്ക്കുക ഒരു പത്രസമ്മേളനം, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ, ഒരു നോട്ട്, അതിൻ്റെ നമ്പർ നോക്ക്, അതേ നമ്പറുള്ള അടുത്ത നോട്ട്, ഞാനിത് ഇന്ന് രാവിലെ സംഘടിപ്പിച്ച സ്ഥലം, വാങ്ങിച്ച ആൾ, അയാൾ ഇവിടെ കൊണ്ടുപോവാ, മൈക്കിൽ കൂടെ പറ ഞാനാണ് കൊടുത്തതെന്ന് പറ, ഇങ്ങനെയൊക്കെ പറഞ്ഞു നമുക്ക് കിട്ടുന്ന നോട്ടൊക്കെ അതൊക്കെ കള്ളനോട്ട്. ആർക്കറിയാമെന്ന് ഇത് കള്ളമാണ്, എല്ലാം കൂടെ അലമ്പായി എന്ന് പറഞ്ഞാൽ മതി. മോദിയുടെ ഭരണത്തിന് കീഴിൽ ഒന്നും പറയണ്ട, കയ്യിലിരിക്കുന്ന നോട്ടിനെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. ഇത് കൊണ്ടുവരിക എന്നുള്ള 10ാം കിട തന്ത്രമാണ് ഇത് കളിക്കുന്നത്. അല്ലെങ്കിൽ സാർ നോക്ക്, EVM കുറ്റം പറയുന്നതിലോ വോട്ട് ചോരിയോ സംഗതിയിലോ ഒന്നും ഒരു കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവായ AK ആൻ്റണി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. കാരണം ആ മനുഷ്യൻ സത്യസന്ധനാണ്. അങ്ങേർക്കറിയാം ഇത് പച്ചക്കള്ളമാണ്. ഇതൊരു തരം ആൻറ്റി നാഷണൽ സ്വഭാവമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ തകർക്കുക. ഹൈക്കോടതിയിൽ നിറയെ കള്ളന്മാരാണെന്നേ. സുപ്രീം കോടതി പറയുകയും വേണ്ട, സാറിന് ഏത് വിധിയാണ് വേണ്ട പറഞ്ഞാൽ മതി, കാശ് കൊടുത്ത കാര്യം. ഇങ്ങനെ പറയുന്ന ചായക്കട വർത്തമാനം ശരിയാ. കോൺഗ്രസ് ഈ കോടതികളുടെ വിശ്വാസ്യത തകർക്കുക. ഇത് ജനറലൈസ് ചെയ്തുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോവാണ്. ഈ അല്ലെങ്കിൽ തലയ്ക്ക് വെളിവുള്ള ഏതെങ്കിലും ഒരു മലയാളിയാണല്ലോ മിക്കവാറും KC വേണുഗോപാലായിരിക്കും. ആ B ഗോപാലകൃഷ്ണൻ്റെ ക്ലിപ്പിംഗ് എടുത്തിട്ട് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് കൊടുക്കുക എന്ന് പറയുന്നത്, രാഹുൽ ഗാന്ധി ഒരിക്കൽ കൂടെ പൊട്ടനാണെന്ന് തെളിയിച്ചു. എൻ്റെ സ്നേഹിതനാണ് B ഗോപാലകൃഷ്ണൻ അഖിലേന്ത്യാ പ്രശസ്തി നേടുകയും ചെയ്തു. കാരണം എല്ലാവരും പറഞ്ഞു ഗോപാലകൃഷ്ണൻ ഹൂ ഈസ് ദാറ്റ് ആര് വാങ്ങിക്കോട്ടെ, ആൾ പറഞ്ഞത് ശരിയല്ല എന്നാണ് എല്ലാവരും പറയുന്നത്. കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് കഴിഞ്ഞാൽ ഇവിടെ വോട്ട് ചെയ്തോ, ചെയ്യാം, അതിൽ തെറ്റെന്താ? ഒരു കാശ്മീരുകാരൻ ട്രാൻസ്ഫറായി ഇവിടെ വന്നു കഴിഞ്ഞാൽ അയാൾ ഇവിടെ വോട്ട് ചെയ്യുമല്ലോ. 6 മാസം കഴിയുമ്പോൾ തന്നെ ചെയ്യും. ഗോപാലകൃഷ്ണൻ 1 വർഷമാണ് പറയുന്നത്, 6 മാസം കഴിയുമ്പോൾ വോട്ട് ചെയ്യാം. സുബ്രഹ്മണ്യ സ്വാമിയെക്കുറിച്ച് ഒരു നമ്മൾ ആദരവോടെ ഓർത്ത ഒരു സന്ദർഭം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എവിടെയാണ്? റെസ്പോൺസ് ഇതൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, ഞാനെന്ത് പറയാനാണ്? ഐ മീൻ ഇപ്പോൾ അദ്ദേഹം BJPയുടെ കൂടെ ഇല്ലല്ലോ, ഉണ്ടോ? ഐ ഡോണ്ട് നോ. ഇല്ല, പുള്ളിയെ പുറത്താക്കിയെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറ് കണക്ഷനും ഇപ്പോൾ ഇല്ല, ബന്ധം എന്ന് വെച്ചാൽ ഈ കേസിൻ്റെ ഇതിലൊക്കെ ബന്ധപ്പെട്ടു എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് നമുക്ക് പക്ഷേ ഇന്ത്യക്ക് പോകാൻ പറ്റാത്ത ഏരിയയിലേക്ക് ഞാൻ കടക്കാറില്ല. പക്ഷേ ഇന്ത്യക്ക് ഏറ്റവും പ്രയോജനപ്പെടുമായിരുന്ന ഒരു ജീനിയസ്, പൊളിറ്റിക്കൽ ജീനിയസ് ആണ് മേ ബി. ബട്ട് പൊളിറ്റിക്സ് ആണല്ലോ, എത്രയോ ജീനിയസ് ചിലപ്പോൾ ഉപയോഗിക്കപ്പെടാതെയോ പെട്ടുപോവുകയും ചെയ്യും. ദാറ്റ്സ് ഓൾ പാർട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് പാർട്ട് ഓഫ് ഹിസ്റ്ററി. എന്തായാലും സന്തോഷം TG, വളരെ ക്ലിയർ കട്ടായിരുന്നു, ഭയങ്കര സ്ട്രോങ് ആയിരുന്നു, ഷാർപ്പായിരുന്നു TGയുടെ റെസ്പോൺസ്. TGയിൽ നിന്ന് അത് കേൾക്കാൻ നമ്മുടെ പ്രേക്ഷകർക്കും ആഗ്രഹം ഉണ്ടാവും. ഈ കൺഫ്യൂഷൻ നീങ്ങാൻ വല്ലപ്പോഴൊക്കെ ഇത്രയും ക്ലാരിറ്റിയോടുകൂടി തന്നെ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. നന്ദി TG. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.